ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 നേന്ത്രപ്പഴം കൊണ്ട് വെറും 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കുക. അതിന് മുൻപ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 2 നേന്ത്രപ്പഴം കേട്ടോ ഇവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വീതിയിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയുള്ള ശർക്കരയും കൂടി ഒന്ന് ഒരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കട്ട ശർക്കരയാണ് കേട്ടോ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾ പഴം ഒരു 3-4 എടുക്കുകയാണെങ്കിൽ ശർക്കര ഒന്ന് കൂട്ടി കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ 2 പഴത്തിനുള്ള അളവാണ് കേട്ടോ ഇതിൽ കാണിച്ചു തരുന്നത്. ഇനി അത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്താൽ മതി. അത് നല്ലോണം ഒന്ന് ഉരുകി വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് അരിച്ച് മാറ്റാം. അതിലെന്തെങ്കിലും പൊടിയോ കല്ലോ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടോ ഒന്ന് അരിച്ചിട്ട് എടുക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത നേന്ത്രപ്പഴം കൂടി ഒന്ന് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നമ്മുടെ പഴമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ആ ശർക്കരയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒരു കൈപ്പിടി തേങ്ങയാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നമ്മൾ ശർക്കരയൊക്കെ ആ പഴത്തിൽ ചേർന്ന് നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ശർക്കര ചേർക്കണോണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ആ തേങ്ങ ഇതൊക്കെ കൂട്ടി കടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. ഇനി വൈകിട്ടൊക്കെ ചായക്ക് ഈ ഒരു ഐറ്റം മതി കേട്ടോ. നെയ്യിലും എണ്ണയിലൊക്കെ വാട്ടിയെടുക്കണേക്കാളും എത്രയോ ഹെൽത്തിയാണ് കേട്ടോ ഈ ഒരു പഴം കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഞാനിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.